welcome all. This is Reshma from Department of Computer Application, Don Bosco College, Kottayam. Last module module 4 നിന്നും 4 നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് രണ്ട് ടോപ്പിക്സ് ആയിരുന്നു. ഫസ്റ്റ് വൺ ഈസ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മാർക്കോവ് ചെയിൻ. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ കുറച്ച് സെഷൻസിൽ നമ്മൾ ഡീൽ ചെയ്തിരുന്നു. അവിടെ നമ്മൾ ഡിസിഷൻ എന്താണെന്ന് പറഞ്ഞു, ടൈപ്പ് ഓഫ് ഡിസിഷൻസ് പറഞ്ഞു, ഡിസിഷൻ എൻവയോൺമെൻറ്റ്സിനെ പറ്റി പറഞ്ഞു. അങ്ങനെയുള്ള ഓരോ ഡിസിഷൻ എൻവയോൺമെൻറ്റിലും എക്സിസ്റ്റ് ചെയ്യുമ്പോഴും ആ എൻവയോൺമെൻറ്റിനനുസരിച്ച് ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിസിഷൻ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്രൈറ്റീരിയൻസിനെ പറ്റി നമ്മൾ പറഞ്ഞ് നിർത്തി. സോ അത്രയാണ് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് എന്ന ടോപ്പിക്കിനകത്ത് ഡീൽ ചെയ്യാനായിട്ട് ഉള്ളത്. ആൻഡ് today's session we are trying to discuss about the last topic of this paper, that is quantitative techniques for management, that is Markov analysis or Markov chains. Markov analysis, Markov എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, that is A. Markov എന്ന് പറയുന്ന ഒരു റഷ്യൻ മാത്തമാറ്റീഷ്യൻ 1905 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കോൺസെപ്റ്റാണ് മാർക്കോവ് ചെയിൻ എന്ന് പറയുന്നത്. എ മാർക്കോവ് എന്ന് പറയുന്ന ഒരു റഷ്യൻ മാത്തമാറ്റീഷ്യൻ 1905 ഇൻട്രൊഡ്യൂസ് ചെയ്ത ടോപ്പിക് അല്ലെങ്കിൽ കോൺസെപ്റ്റാണ് എന്ത്, മാർക്കോവ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ മാർക്കോവ് ചെയിനിനെ പറ്റിയുള്ള അനാലിസിസിനെയാണ് നമ്മൾ മാർക്കോവ് അനാലിസിസ് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് മാർക്കോവ് ചെയിൻ? നമ്മൾ മൊഡ്യൂൾ 3 പ്രൊജക്റ്റിനെ പറ്റിയാണ് പഠിച്ചിരുന്നു അല്ലേ. പ്രൊജക്റ്റ് നമുക്ക് എന്തായിട്ട് നെറ്റ്വർക്കായിട്ട് മാറ്റിയെടുക്കാം. ആ നെറ്റ്വർക്കിനകത്ത് ഇവൻസും ആക്ടിവിറ്റീസും കാണുമെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അതുപോലെ തന്നെ പ്രൊജക്റ്റിനെ പോണത് തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏതൊരു പ്രോബ്ലം ആണെങ്കിലും ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏതൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഏതൊരു പ്രോസസ്സ്, അത് നമുക്ക് പ്രോസസ്സെന്നോ പ്രോബ്ലമെന്നോ പ്രൊജക്റ്റിനോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ആ പ്രോബ്ലത്തിന് നമുക്ക് എന്തായിട്ട് കുറേ ഇവൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചില പ്രോബ്ലംസിനെ സംബന്ധിച്ച് ആ പ്രോബ്ലത്തിനകത്ത് ഇൻവോൾവ് ചെയ്യപ്പെടുന്ന ഇവൻസ് തമ്മിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, ചിലത് തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഇവൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രോബ്ലങ്ങളെ സംബന്ധിച്ച് ആ ഡിപ്പെൻഡൻറ്റ് ഇവൻസ് എന്ന് പറയുമ്പോൾ ആ പ്രോജക്റ്റ് അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിനകത്ത് ഇഷ്ടംപോലെ ഇവൻസ് കാണും അല്ലേ. അതിനകത്ത് എല്ലാ ആ ഇവൻസ് തമ്മിൽ ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഓരോ ഇവൻറ്റും ഒന്നെങ്കിൽ അതിനെ പ്രിസീഡ് ചെയ്യുന്ന ഇവൻറ്റിനെ അല്ലെങ്കിൽ അതിനെ സക്സീഡ് ചെയ്യുന്ന ഇവൻറ്റിനെ എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രൊജക്റ്റിനകത്തുള്ള ഇവൻസ് തമ്മിൽ ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ഈച്ച് ആൻഡ് എവറി ഇവൻറ്റ് ഓഫ് ദാറ്റ് പ്രോബ്ലം ഈസ് dependent either on its preceding event or on its succeeding event. അപ്പോൾ മാർക്കോവ് ചെയിൻ എന്ന് പറയുന്ന ഇതാണ്, നമ്മളുടെ പ്രോബ്ലത്തിനകത്ത് ഒരു ഇവൻറ്റ് അതിൻ്റെ പ്രിസീഡിങ് ഇവൻസിനെയാണ്, അതായത് പ്രിസീഡിങ് ഇവൻസ് എപ്രകാരമാണോ ബിഹേവ് ചെയ്യുന്നത് അതിൻ്റെ ഒരു സിമിലർ ബിഹേവിയർ ആയിരിക്കും അതിൻ്റെ സക്സീഡ് ചെയ്യുന്ന ഇവൻസിനും ഉള്ളതെങ്കിൽ ആ സീക്വൻസ് ഓഫ് ഇവൻസിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത് മാർക്കോവ് അനാലിസിസ് എന്ന് പറയുന്നത്. ആ സീക്വൻസ് ഓഫ് ഇവൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, മാർക്കോവ് ചെയിൻ. അതായത് ഒരു പ്രോബ്ലത്തിന് നമുക്ക് കുറേ ഇവൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് കാറ്റഗറൈസ് ചെയ്യാം. ആ ഇവൻസിനെ സംബന്ധിച്ച് ആ ഇവൻസ് ആ പ്രോബ്ലത്തിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടേക്കുന്ന ഇവൻസ് അവയുടെ ഏതെങ്കിലും ഒരു ഇവൻറ്റ്, ആ പ്രോബ്ലത്തിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടേക്കുന്ന ഒരു ഇവൻറ്റ് അതിൻ്റെ പ്രിസീഡിങ് ആയിട്ടുള്ള അതിന് മുമ്പ് സംഭവിച്ച ഇവൻറ്റുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുവെങ്കിൽ, അതായത് ആ പ്രിസീഡിങ് ഇവൻസിൻ്റെ ബിഹേവിയറിനനുസരിച്ച് തന്നെയാണ് ഈ ഇവൻറ്റും ഹാപ്പൻ ചെയ്യുന്നത്, സക്സീഡിങ് ആയിട്ട് വരുന്ന ഇവൻസും ഹാപ്പൻ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇവൻസിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് എന്ത്, മാർക്കോവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദോസ് സീക്വൻസ് ഓഫ് ഇവൻസ് തമ്മിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആ സീക്വൻസ് ഓഫ് ഇവൻസ് നമ്മൾ എന്ന് വിളിക്കുന്നത് മാർക്കോവ് ചെയിൻ എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ എ മാർക്കോവ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇദ്ദേഹം മാർക്കോവ് ചെയിനിനെ 3 ക്ലാസിഫൈ ചെയ്യുന്നു. മെയിൻലി 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് കൂടുതൽ ക്ലാസിഫിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ മെയിൻലി നമുക്ക് 3 കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഫസ്റ്റ് ഓർഡർ മാർക്കോവ് ചെയിൻ, then second order Markov chain and the third order Markov chain. ഈ കാറ്റഗറൈസേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഓർഡർ മാർക്കോവ് ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമ്മളുടെ പ്രോസസ്സിനകത്ത് ഏതെങ്കിലും ഒരു ഇവൻറ്റ് ഇഫ് ഇറ്റ് ഈസ് ഡിപ്പെൻഡ് ഓൺലി ഓൺ
ദ ലാസ്റ്റ് ഇവന്റ്, ലാസ്റ്റ് ആയിട്ട് ഫസ്റ്റ് തൊട്ട് മുമ്പുള്ള ഇവന്റിനെ മാത്രം, അതായത് ഏത് ഇവന്റിനെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ പ്രസന്റ് ആയിട്ടുള്ള ഇവന്റ് ഏതാണോ, കറണ്ട് ഇവന്റ് ഏതാണോ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്ത കറണ്ട് ഇവന്റ് ഏതാണോ ആ ഇവന്റിന്റെ ഒക്കറൻസ് ഓഫ് ദ കറണ്ട് ഇവന്റ് ഇഫ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ലാസ്റ്റ് ഇവന്റ്, ലാസ്റ്റ് പ്രിസീഡിങ് ഇവന്റിനെ മാത്രമാണ് നമ്മളുടെ കറണ്ട് ഇവന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിന് ആ ടൈപ്പ് മാർക്കോ ചെയിൻ നമ്മൾ എന്ത് വിളിക്കും? ഫസ്റ്റ് ഓർഡർ മാർക്കോ ചെയിൻ നമ്മൾ വിളിക്കുന്നു. Similarly, second order Markov chain എന്ന് പറഞ്ഞാൽ if the occurrence of the current event depends on the occurrence of the last two events, last preceding ആയിട്ടുള്ള രണ്ട് ഇവന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മളുടെ കറണ്ട് ഇവന്റിന്റെ ഒക്കറൻസ് എങ്കിൽ we can say that it is a second order Markov chain. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ കൺസിഡർ ചെയ്യുന്ന നമ്മുടെ ഇവന്റ് അതിന് മുമ്പ് ഒക്കർ ചെയ്ത്, തൊട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് മുമ്പ് ഒക്കർ ചെയ്ത് രണ്ട് ഇവന്റ്സിനും ഒരുപോലെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ടൈപ്പ് മാർക്കോ ചെയിനെ നമ്മൾ സെക്കൻഡ് ഓർഡർ മാർക്കോ ചെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് തേർഡ് ഓർഡർ മാർക്കോ ചെയിൻ. പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ പ്രോസസ്സിനകത്ത് ഏതെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കറണ്ട് ഇവന്റ് പ്രിസീഡിങ് ആയിട്ട്, ഇമ്മീഡിയറ്റ് പ്രിസീഡിങ് ആയിട്ട് വരുന്ന 3 ഇവന്റ്സിനെ ഒരുപോലെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് മാർക്കോ ചെയിൻസ് ആർ കോൾഡ് തേർഡ് ഓർഡർ മാർക്കോ ചെയിൻ. സോ എന്താണ് മാർക്കോ ചെയിൻ നമ്മൾ പറഞ്ഞു, ക്ലാസിഫിക്കേഷൻ ഓഫ് മാർക്കോ ചെയിനും പറഞ്ഞു. ആൻഡ് നൗ വി ആർ മൂവിങ് ഓൺ ടു ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാർക്കോ ചെയിൻ. മാർക്കോ ചെയിൻ ഒരു ചെയിൻ ആയില്ലെങ്കിൽ മാർക്കോ ചെയിൻ എന്ന പേരിൽ നമുക്ക് ഒരു ഇവന്റിനെ ഒരു ചെയിനായിട്ട് നമുക്ക് ഈ സീക്വൻസ് ഓഫ് ഇവന്റ്സ് നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഇവന്റ്സിന്റെ സീക്വൻസ് ഓഫ് ഇവന്റ്സിന്റെ പ്രത്യേകത അഥവാ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെ ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ദർ ആർ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോസിബിൾ ഇവന്റ്സ്. അങ്ങനെ നമ്മൾക്ക് മാർക്കോ ചെയിൻ ആയിട്ട് നമുക്ക് എന്തിനെ എഴുതണമെന്നുണ്ടെങ്കിൽ, ഇവന്റ്സിനെ റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഇവന്റുകളുടെ എണ്ണം എന്തായിരിക്കണം? ഫൈനൈറ്റ് നമ്പർ ആയിരിക്കണം. ആ പ്രോസസ്സിൽ നമുക്ക് മാർക്കോ ചെയിൻ ആയിട്ട് ഇവന്റ്സിനെ റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ നമ്പർ ഓഫ് ഇവന്റ്സ് ഷുഡ് ബി ഫൈനൈറ്റ് ആയിരിക്കണം. Second one is the events are both mutually exclusive and exhaustive. ആ ഇവന്റുകൾ തമ്മിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സീക്വൻസ് ആയിട്ട് എഴുതാനായിട്ട് അഥവാ മാർക്കോ ചെയിൻ ആയിട്ട് എഴുതാനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇവന്റ്സ് തമ്മിൽ എന്തായിരിക്കണം? ദേ ഷുഡ് ബി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സ്ഹോസ്റ്റീവ്. അവർ തമ്മിൽ എന്തായിരിക്കണം? ഒരു ഇവന്റിന്റെ ഒക്കറൻസ്, മ്യൂച്വൽ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇവന്റിന്റെ ഒക്കറൻസ് ഒരിക്കലും എന്ത് ചെയ്ത് മറ്റൊരു ഇവന്റിന് ഒരു ഇവന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യരുത്, അതിന് സൈമൾട്ടേനിയസ് ആയിട്ട് മറ്റൊരു ഇവന്റ് നടക്കുക. ഒന്നിന്റെ പുറകെ ചെയിൻ ആയിട്ട് തന്നെ വേണം എന്ത് ചെയ്യാനായിട്ട്, ഒക്കർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ മാർക്കോ ചെയിനിൽ കൺസിഡർ ചെയ്യുന്ന ഇവന്റ്സിനെ സംബന്ധിച്ചാൽ ഇവന്റ് ഷുഡ് ബി മ്യൂച്വലി എക്സ്ക്ലൂസീവ്. എന്താ ഉദ്ദേശിക്കുന്നത്? ഓരോ ഇവന്റ്സും ചെയിൻ ആയിട്ട് വേണം ഹാപ്പൻ ചെയ്യാനായിട്ട്. സൈമൾട്ടേനിയസ് ആയിട്ടുള്ള ഒക്കറൻസ് ഓഫ് ദ ഇവന്റ്സ് ഇവിടെ പോസിബിൾ ആയിരിക്കരുത്. രണ്ടാമത് ദേ ഷുഡ് ബി മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഇവന്റ്സുകൾ ഇപ്പോൾ ഏതൊക്കെ ഇവന്റ്സ് ആണോ മാർക്കോ ചെയിൻ കൺസിഡർ ചെയ്യുന്നത് ആ ഇവന്റ്സ് എല്ലാം കൂടെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ആ ചെയിൻ ഓഫ് ഇവന്റ്സ് എന്തിന് റിസൾട്ട് ചെയ്യണം? ആ ഹോൾ പ്രോസസ്സിൻ്റെ കംപ്ലീഷന് റിസൾട്ട് ചെയ്യണം. ആ ചെയിൻ ഓഫ് ഇവന്റ്സിനെ നമ്മൾ ഒരുമിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്തായിരിക്കണം? ആ ഹോൾ പ്രോസസ് ആയിരിക്കണം റിസൾട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് മെന്റ് ബൈ events should be both mutually exclusive and exhaustive. The third characteristic or third property is transition probabilities depends only on the current state of the system. Transition probability എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഇവന്റിൽ നിന്നും തൊട്ട് അടുത്ത ഇവന്റിലേക്ക്, സക്സീഡ് ചെയ്യുന്ന ഇവന്റിലേക്ക് മാറാനുള്ള, ട്രാൻസിഷൻ നടത്താനുള്ള പ്രോബബിലിറ്റി, ട്രാൻസിഷൻ നടത്താനുള്ള സാധ്യത. ആ ട്രാൻസിഷൻ പ്രോബബിലിറ്റി ഡിപ്പെൻസ് ഓൺലി ഓൺ ദ കറണ്ട് സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. ആ ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോൾ ഒരു ഇവന്റ്, ആ ഇവന്റിൽ നിന്ന് തൊട്ടടുത്തതിനകത്തേക്ക് ട്രാൻസിഷൻ നടത്തുന്നു. അത് ആ കറണ്ട് സ്റ്റേറ്റ്, ഇപ്പോൾ എവിടെയാണോ ആ ഇവന്റ് നിൽക്കുന്നത് അതിൽ നിന്ന് എന്ത് ചെയ്യണം? തൊട്ടടുത്ത ഇവന്റിലേക്ക് മാറും, തൊട്ടടുത്ത സ്റ്റേറ്റിലേക്ക്, ഇവന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഇപ്പം നിൽക്കുന്ന ആ സ്റ്റേറ്റിൽ നിന്നും തൊട്ട് അടുത്ത സ്റ്റേറ്റിലേക്ക് മാറാനുള്ള ട്രാൻസിഷൻ, ആ ട്രാൻസിഷൻ്റെ പ്രോബബിലിറ്റി എപ്പോഴും കറണ്ട് സ്റ്റേറ്റ്, ഇപ്പോൾ ഏത് സ്റ്റേറ്റിലാണോ ആ ഇവന്റ് ഒക്കർ ചെയ്യുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നത്, അതിനെ മാത്രമേ എന്ത് ചെയ്യാവൂ? ആ പ്രോബബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യാവൂ. And the fourth property is the long run probability of being in a particular state will be constant over time. The long run probability
ഓഫ് ബീയിങ് ഇൻ എ പർട്ടിക്കുലർ സ്റ്റേറ്റ് വിൽ ബി കോൺസ്റ്റന്റ് ഓവർ ടൈം. അതായത് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ബീയിങ് ഇൻ എ പർട്ടിക്കുലർ സ്റ്റേറ്റ്, ഒരേ സെയിം സ്റ്റേറ്റിൽ ട്രാൻസിഷൻ ഇല്ലാതെ സെയിം സ്റ്റേറ്റിൽ തന്നെ ഓൾമോസ്റ്റ് സ്റ്റഡി സ്റ്റേറ്റ് ആയിട്ട് പോകുക എന്നാണ് പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഒരു സ്റ്റഡി സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് ലോങ് റൺ പ്രോബിലിറ്റി വിൽ ബി കോൺസ്റ്റന്റ് ഓവർ ടൈം. സമയം മുൻപോട്ട് പോകുന്നതനുസരിച്ച് എന്തായിട്ട് പ്രോബിലിറ്റി എന്തായിട്ട് മാറും? കോൺസ്റ്റന്റ് പ്രോബിലിറ്റി ആയിട്ട് ഈ സെയിം ആയിട്ടുള്ള പ്രോബിലിറ്റി ആയിട്ട് മാറുന്നതാണ് പറയുന്നത്. ആൻഡ് ഫിഫ്ത്ത് property is the sum of the transition probabilities of moving to alternative state must be 0. Sorry, must be 1. അതായത് നമ്മൾ ട്രാൻസിഷൻ പ്രോബിലിറ്റീസിനെ പറ്റി പറഞ്ഞത്, അതായത് ഒരു ഇവൻറ്റിൽ ഒരു പ്രോസസ്സിനകത്ത് ഇഷ്ടംപോലെ ഇവൻറ്റ്സ് കാണും. അതിനകത്ത് ഒരു ഇവൻറ്റിൽ നിന്നും അടുത്ത ഇവൻറ്റിലേക്ക് ട്രാൻസിഷൻ നടത്താനുള്ള സാധ്യത നമ്മൾ എന്ന് വിളിക്കുന്നത് ട്രാൻസിഷൻ പ്രോബിലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഹോൾ പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ ആ ഹോൾ പ്രോസസ്സിനകത്ത് ഇഷ്ടംപോലെ ഇവൻറ്റ്സ് കാണുമല്ലോ. അപ്പോൾ അതിനകത്ത് ഇനിഷ്യൽ ഇവൻറ്റിൽ നിന്നും ഫൈനൽ ഇവൻറ്റ് വരെ എത്താനായിട്ട് ഇഷ്ടംപോലെ ആ ഫൈനൽ ഇവൻറ്റിൽ വരെ എത്താണ്ട് എന്ത് ചെയ്യണം? ഒരുപാട് ട്രാൻസിഷൻ പ്രോബിലിറ്റീസ് ഉണ്ടായിരിക്കും. ഇനിഷ്യൽ ഇവൻറ്റിൽ തൊട്ടടുത്തതിനകത്തോട്ട് വന്നു, പിന്നെ അടുത്ത ട്രാൻസിഷൻ നടന്നു, വീണ്ടും ട്രാൻസിഷൻ നടന്നു, അങ്ങനെ അറ്റ് ലാസ്റ്റ് എന്തായിട്ട് മാറും? ഫൈനൽ ഇവൻറ്റിലേക്ക് എത്തിച്ചേരുമ്പോഴത്തേക്കും ആ ഹോൾ പ്രോസസ് എന്ത് ചെയ്യും? കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അവിടെ പറയുന്നത് ഇവിടെ ഉണ്ടാവുന്ന ഇനിഷ്യൽ ഇവൻറ്റിൽ നിന്നും ഫൈനൽ ഇവൻറ്റ് വരെ ഒക്കർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന സം ഓഫ് ദ ട്രാൻസിഷൻ പ്രോബിലിറ്റീസ്, ആ ട്രാൻസിഷൻ പ്രോബിലിറ്റികളുടെ സം എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ഓൾട്ടർനേറ്റീവ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഇവൻസിലേക്ക് മൂവ് ചെയ്ത് പോകാനുണ്ടാകുന്ന ആ ട്രാൻസിഷൻ പ്രോബിലിറ്റിയുടെ സം എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ദീസ് ആർ ദ 5 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാർക്കോവ് ചെയിൻ. മാർക്കോവ് ചെയിനിൻ്റെ 5 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ പറഞ്ഞത്. സോ നമ്മൾ എന്തൊക്കെയെന്ന് പറഞ്ഞത്? മാർക്കോവ് ചെയിൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ആൻഡ് മാർക്കോവ് ചെയിനിൻ്റെ ക്ലാസിഫിക്കേഷനെ പറ്റി പറഞ്ഞു, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മാർക്കോവ് ചെയിൻ. Next we are moving on to the applications of Markov chain. Markov chain helps in understanding the system's behavior of a successive time period where the state of the system in any particular time period is not known. മാർക്കോവ് ചെയിനിനെ ഹെൽപ്പ് ചെയ്യുന്നു in order to understand the system's behavior. ഒരു സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കാനായിട്ട് ഒരു പ്രോസസ്സ് നടക്കും. ആ പ്രോസസ്സ് നമ്മൾ വിളിക്കുക സിസ്റ്റം എന്ന് വിളിക്കുക. ആ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ആ പ്രോസസ്സിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? മാർക്കോവ് ചെയിൻ ഹെൽപ്പ് ചെയ്യുന്നു. എപ്പോഴുള്ളത്? ഓരോ സക്സസീവ് ആയിട്ടുള്ള ടൈം പീരീഡ്സ്, അടുത്തടുത്ത ടൈം പീരീഡ്സിൽ ഒരു സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? മാർക്കോവ് ചെയിൻ ഹെൽപ്പ് ചെയ്യുന്നു. വേർ ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ഇൻ എനി പെർട്ടിക്കുലർ ടൈം പീരീഡ് ഈസ് നോട്ട് നോൺ. ആ ഒരു പ്രത്യേക സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് നമുക്ക് അറിയില്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാം? മാർക്കോവ് ചെയിനിൻ്റെ ഹെൽപ്പോടുകൂടെ പ്രിസീഡിങ് ആയിട്ടുള്ള ഇവൻസിൻ്റെ പ്രിസീഡിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിൻ്റെ ബിഹേവിയർ അനുസരിച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കറണ്ട് നമ്മൾ ഏത് സ്റ്റേറ്റിൻ്റെ ഏത് ഇവൻറ്റിൻ്റെ ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കണം, നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം എന്താ? മാർക്കോവ് ചെയിൻ എന്തിനെ പറ്റിയുള്ള സ്റ്റഡിയാണ്? നമ്മൾ മാർക്ക് അനാലിസിസ് എന്തിനെ പറ്റിയുള്ള അനാലിസിസ് ആണ്? പ്രിസീഡിങ് ഇവൻറ്റ്സ് ഉപയോഗിച്ച് ഒരു സ്റ്റേറ്റിൻ്റെ ഒരു സ്റ്റേറ്റിൽ ഒരു ഇവൻറ്റിൻ്റെ ബിഹേവിയറിനെ മനസ്സിലാക്കാനുള്ള സ്റ്റഡിയാണിത്. Therefore, Markov chain helps in understanding the system's behavior over a successive time period where the state of the system in any particular time period is not known. മാർക്കോവ് ചെയിനിൻ്റെ ഏരിയാസ് ഓഫ് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒരു സ്മോൾ പോർഷനായിട്ട് ഞാൻ പറഞ്ഞു വിടുകയാണ്. ഏരിയാസ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ആപ്ലിക്കേഷനും ഉണ്ട് മാർക്കോവ് ചെയിൻ, അതുകൊണ്ട് തന്നെ ലോങ് ടേം ആപ്ലിക്കേഷനും ഉണ്ട്. ഷോർട്ട് ടേം ആപ്ലിക്കേഷൻ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് മാൻ പവർ ഷെഡ്യൂളിങ്, ലേബേഴ്സിനെ ഷെഡ്യൂൾ ചെയ്യുമ്പോഴത്തേക്കും ബഡ്ജറ്റിങ്, മെയിൻ്റനൻസ്, റീപ്ലേസ്മെൻറ്റ് എന്നീ ഫീൽഡുകളിലാണ് ചെറിയ രീതിയിൽ നമ്മൾ കുറച്ച് ആപ്ലിക്കേഷൻസ് മാർക്കോവ് ചെയിൻ ചെറിയ രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ലോങ് ടേം ആപ്ലിക്കേഷൻസ് ഓഫ് മാർക്കോവ് ചെയിൻ ആർ used in market share of a company, then customer not to find a customer loyalty, then capacity planning. ആ കമ്പനിയുടെ കപ്പാസിറ്റി എന്തുമാത്രം അതിന് കപ്പാസിറ്റി ഉണ്ട്, റിസോഴ്സ് ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയാണെങ്കിലും
കപ്പാസിറ്റി അതിൻ്റെ ആ കമ്പനിയുടെ കപ്പാസിറ്റിയെ പറ്റി പ്ലാനിങ് ചെയ്യാനായിട്ട് ലൊക്കേഷൻ ഫെസിലിറ്റീസിനെ പറ്റി ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഇതെല്ലാം എന്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, മാർക്കോ ചെയിൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ ലോങ് ടേം ആസ് വെൽ ആസ് ഷോർട്ട് ടേം ഏരിയാസ് ഓഫ് ആപ്ലിക്കേഷൻസ് ഓഫ് മാർക്കോ ചെയിൻ. സോ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, എന്താണ് മാർക്കോ ചെയിൻ നമ്മൾ പറഞ്ഞു. മാർക്കോ ചെയിനിനെ നമ്മൾ ക്ലാസിഫിക്കേഷൻ കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഫസ്റ്റ് ഓർഡർ മാർക്കോ ചെയിൻ, സെക്കൻഡ് ഓർഡർ മാർക്കോ ചെയിൻ ആൻഡ് തേർഡ് ഓർഡർ മാർക്കോ ചെയിൻ. പിന്നെ നമ്മൾ എന്താ പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാർക്കോ ചെയിൻ, 5 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാർക്കോ ചെയിൻ പറഞ്ഞു. ആൻഡ് ഓൾസോ വി കം അക്രോസ് ദ ആപ്ലിക്കേഷൻ ഓഫ് മാർക്കോ ചെയിൻ ഉള്ളത്. സോ ഇത്രയും കാര്യങ്ങളായിരുന്നു പഠിപ്പിച്ച്, ഇത്രയും കാര്യങ്ങൾ എനിക്ക് ലെക്ചർ നോട്ട്സ് ആയിട്ട് എനിക്ക് ഹോം അസൈൻമെന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. താങ്ക് യു.